ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കർണാടക ജില്ലയിലെ കൂർഗിലുള്ള ഗോൾഡൻ ടെമ്പിളിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കൂർഗിലെ ബൈലാകുപ്പയിലുള്ള സുവർണക്ഷേത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കവാടം. അതും കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയൊരു ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ 4 ഭാഗത്തും ഇങ്ങനെയൊരു ബിൽഡിങ് കാണാൻ കഴിയും. ഇവിടുത്തെ ബുദ്ധമത സന്യാസികളും ലാമകളും ഒക്കെ താമസിക്കുന്ന ഏരിയാസാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു. ടിബറ്റിൽ ചൈനയുടെ അധിനിവേശം ആരംഭിച്ച സമയത്ത് അവിടുന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ടിബറ്റൻ വംശജർ പരമ്പരാഗത ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ച നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിൾ ഇന്ത്യയിലെ തന്നെ ഒരു വിസ്മയമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന ആ സ്വർണ്ണ പ്രതിമകളുള്ള ഗോപുരം ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാവട്ടെ. ആദ്യത്തേത്, ഓരോ സന്ദർശകരെയും മറ്റൊരു ലോകത്ത് എത്തിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നും. പുറംഭിത്തിയിൽ എവിടെയും വർണ്ണാഭമായ ചുമർചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പാദരക്ഷകൾ ഇട്ടുകൊണ്ട് നമുക്ക് ഗോപുരത്തിനുള്ളിലേക്ക് കടക്കുവാൻ അനുവാദമില്ല. അത് സൂക്ഷിപ്പുകാരെ ഏൽപ്പിക്കണമെന്നുള്ള ബോർഡുകളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണം സൂര്യപ്രഭ പോലെ തിളങ്ങി നിൽക്കുന്ന ഈ 3 പ്രതിമകളാണ്. ഏത് കോണിലേക്ക് നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരമായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളെയാണ് ചുമരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ടെമ്പിളിലെ ഓരോ ഗോപുരത്തിൻ്റെ മുകളിലും ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങി കേട്ടോ. അതൊരു വേറെ ഭംഗി തന്നെയായിരുന്നു. പ്രധാന ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ചില്ല് ജനാലകളുള്ള ചെറിയ കെട്ടിടം. അതിനുള്ളിൽ നിറയെ ചെറിയ വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രധാന ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെയും കാഴ്ചകൾ അതിമനോഹരമാണ്. ചുമർചിത്രങ്ങളും മറ്റു കൊത്തുപണികളും അലങ്കാരങ്ങളും കൊണ്ട് ഇവിടെയും വർണ്ണാഭമായി തീർത്തിരിക്കുകയാണ്.
ഇവിടുത്തെ കെട്ടിടത്തിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവരുടെ വസ്ത്രം പോലെ തന്നെ മഞ്ഞയും ചുവപ്പും കലർന്ന നിറമാണ് ഇവിടെയുള്ള കെട്ടിടങ്ങൾക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇതാ വേറൊരു ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ പ്രാർത്ഥനകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇവിടെയുള്ള ചുമർചിത്രങ്ങൾക്കും വേറൊരു ഭംഗി തന്നെയായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ ഗോൾഡൻ ടെമ്പിളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഗോൾഡൻ ടെമ്പിൾ മെയിൻ കവാടത്തിന് പുറത്തിറങ്ങുമ്പോൾ തൊട്ടു മുന്നിൽ കാണുന്ന ഈ ഒരു മെയിൻ ഗേറ്റാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റേത്. ഇവിടെ തന്നെ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ടോയ്ലറ്റ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിന് പുറത്ത് കടക്കുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരു വലിയൊരു മാർക്കറ്റ് ഏരിയ തന്നെ കാണാൻ കഴിഞ്ഞു. നിരവധി സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന കടകളും അതുപോലെ ടിബറ്റൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഭക്ഷണശാലകളും ഇവിടെയുണ്ട്. മലയാളികൾ നടത്തുന്ന കടകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ കൂടുതലായും ടിബറ്റന്മാർ പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ റെസ്റ്റോറൻറ്റിലെത്തി ഒരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല കോഫി തന്നെയായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പതിയെ ഇറങ്ങി ഒന്നുകൂടി ഗോൾഡൻ ടെമ്പിളിന് ചുറ്റുമുള്ള മാർക്കറ്റ് ഏരിയയൊക്കെ കാണാൻ പോയി. ശരിക്കും വേറൊരു രാജ്യത്തെത്തിയ ഫീൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഇവരുടെ ഫീൽഡുകളാണ്, അതായത് കൃഷിസ്ഥലങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുവാനായിട്ട് പ്രവേശന ഫീസ് ഒന്നും തന്നെ ഇല്ല. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ ബുദ്ധമതം പഠിപ്പിക്കുന്ന സർവകലാശാലയുണ്ട്. ബുദ്ധമതം പഠിക്കുവാൻ ആഗ്രഹമുള്ള ആരെയും ഇവർ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഗോപുരത്തിന് പുറകുവശമുള്ള ഗാർഡൻ ഏരിയയിലേക്ക് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. വളരെ മനോഹരമായ പുൽത്തകിടികൾ, എവിടെയും പച്ചപ്പ് മാത്രം.
കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ ഗാർഡൻ ഏരിയ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയായിരുന്നു. ടിബറ്റിലുള്ള മൊണാസ്ട്രിയുടെ ചെറിയൊരു മിനിയേച്ചർ രൂപം അവരുടെ ഭംഗിയായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് വശത്തു നിന്ന് നോക്കിയാലും പ്രധാന ഗോപുരം അതിമനോഹരമാണ്. ഈ ഗോപുരത്തിന് ചുറ്റും നേർച്ചയെന്നോണം ഭക്തർ കയ്യിൽ മുത്തുമാലകളും പിടിച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വലം വയ്ക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിനോട് താൽക്കാലികമായി വിട പറഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂർഗിലെ മറ്റു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയുമായി വീണ്ടും കാണാം.